നമസ്കാരം. ഇവല്യൂഷൻ സീരീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ കേരളത്തില് വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ ഒരുപാടുണ്ടായി, ചെറുതും വലുതുമായി. അതിൽ ചരിത്രത്തിൽ ഇടം നൽകി അല്ലെങ്കിൽ ചരിത്ര താളുകളിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മുന്നേറ്റങ്ങളെ കുറിച്ചാണ്. പക്ഷെ ഓരോ നാട്ടിലും ഒരുപാട് കഥകളുണ്ട്. അതായത് അവർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായിട്ട് ആ നാടും നാട്ടുകാരും അവിടുത്തെ എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കേരളം സാക്ഷരതയിൽ ഇത്ര മുന്നോട്ട് നിൽക്കുന്നതും ഇത്രയധികം വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടം കൈവരിക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. 1962 വെൺമണി ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനപ്രതിനിധികളുടെ എല്ലാം സഹായ സഹകരണത്തോടെ തന്നെ കൊല്ലം ജില്ലയിലെ നെടിവിള എന്ന സ്ഥലത്ത് ഒരു ചെറിയ അപ്പർ പ്രൈമറി സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി. മുടപ്പിലാപ്പിള്ളി മഠം വിട്ടു നൽകിയ ഒരു 1.5 ഏക്കർ സ്ഥലത്താണ് ആദ്യമായിട്ട് സ്കൂൾ സ്ഥാപിക്കുന്നത്. പിന്നീട് അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഹൈസ്കൂളായിട്ട് ഉയർത്തപ്പെടുകയും ഇന്നത് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് വളർന്നു നിൽക്കുകയും ചെയ്യാണ്. കൊല്ലം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് വെൺമണി ഗ്രാമസേവാ സമിതി അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഈ സ്കൂളിനെയാണ്. 1962 വെൺമണി ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നെടിവിള ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ സ്ഥലത്ത് വെൺമണി ഗ്രാമസേവാ സമിതി അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിച്ചു വരുന്നു. 62 തുടങ്ങിയെങ്കിലും UP സ്കൂളായിട്ടാണ് തുടങ്ങിയത്. 1974 അത് ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും 2000 ഹയർ സെക്കൻഡറിയായി ഉയർത്തപ്പെടുകയും ചെയ്തു. നെടിവിള പ്രദേശത്തുള്ള ഒട്ടനവധി കുട്ടികൾക്ക് ഈ സരസ്വതി വിദ്യാലയത്തിൽ നിന്നും വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതാഭിവൃദ്ധിക്ക് ഈ സ്കൂൾ വലിയൊരു പ്രയോജനമായിട്ടുണ്ട്. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 1700ഓളം കുട്ടികൾ ഇപ്പോൾ ഈ സ്കൂളിൽ വിദ്യാഭ്യസിക്കുന്നുണ്ട്. പാഠ്യവിഷയങ്ങളോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ഞങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് കഴിയുന്നത്ര പ്രാഗൽഭ്യം നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. NCC, NSS, SPC തുടങ്ങി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അങ്ങനെയുള്ള എല്ലാവിധ ഗവൺമെൻറ് അപ്രൂവ്ഡ് സേവനങ്ങളും ഇവിടെ നിന്ന് കുട്ടികൾക്ക് ലഭിച്ചു വരുന്നു. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രയോറിറ്റി എന്ന നിലയ്ക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരുന്ന മാനേജ്മെൻറ്റ് കോട്ടയിലെ ഒഴിവുകൾ അല്ലെങ്കിൽ അവിടെ വരുന്ന അഡ്മിഷൻസ് എല്ലാം ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് എന്നൊരു പ്രത്യേകതയും ഈ സ്കൂളിലുണ്ട്. അപ്പോൾ ഇവിടെ 5ാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് +2 വരെ തുടർന്ന് പഠിക്കുവാനും ഒരു അധിക സേവനം ഇവിടെ നിന്ന് ലഭിക്കുകയാണ്. ഈ നാടിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യകാലങ്ങൾ, അതായത് സ്കൂൾ തുടങ്ങുന്ന 60കളിൽ തുടർ പഠനത്തിന് പലപ്പോഴും സാഹചര്യം ഉണ്ടായിരുന്നില്ല. നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത് ഒരുപാട് ദൂരേക്ക് കുട്ടികൾക്ക് യാത്ര ചെയ്യേണ്ടി വരികയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പഠനം നിർത്തി അവരുടെ തൊഴിൽ മേഖലകളിലേക്ക് പതുക്കെ തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് 60കളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഇപ്പോൾ ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ വരെ എത്തി നിൽക്കുകയാണ്. അതൊരു ചെറിയ ഒരു യാത്രയല്ല, അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രയത്നം ഉണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് KS വാസുദേവ ശർമ്മ. അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് ഒരു അപ്പർ പ്രൈമറി സ്കൂളായിരുന്ന ഈ ഒരു സ്ഥാപനത്തെ ഇന്ന് ഇത്രയും ഫെസിലിറ്റിയോട് കൂടി തന്നെ ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുള്ള പല സ്കൂൾസിലും എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ചെറിയൊരു സ്കൂളായിട്ട് തുടങ്ങി, അതായത് ചെറിയ ക്ലാസ്സുകൾ, പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും എഴുത്തും വായനയും അറിയാൻ വേണ്ടി എന്ന രീതിയിൽ തുടങ്ങി വെക്കുകയും അതിൽ ആ ഒരു സമയത്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു. പക്ഷെ അതിനുശേഷം ഒരുപാട് സൗകര്യങ്ങളില്ലാത്തതിനാൽ ദൂരെ യാത്ര വേണ്ടി വരുന്നത് കൊണ്ട് പഠിത്തം നിർത്തി ജോലികളിലേക്ക് തിരിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അവിടെയൊക്കെ ആ നാട്ടിലൊക്കെ ഓരോ ആൾക്കാരുടെ വിഷൻ അനുസരിച്ച് ആ ഒരു വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരുപാട് എഫേർട്ട് ഇട്ട് ബിൽഡ് ചെയ്ത സ്ഥാപനങ്ങൾ
ഇത്രയും പഴക്കമുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ ഒരേ ഒരു ഹിസ്റ്ററി ലൈൻ ഒന്ന് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം തന്നെയാണ് അംബികോദയം സ്കൂൾ. അംബികോദയം സ്കൂളിലെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പരിചയപ്പെടാം. ഹയർ സെക്കൻഡറിയിൽ 3 കോഴ്സുകളാണുള്ളത്. ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ്. ഇവിടെ 480ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 18 അധ്യാപകരും 3 ലാബ് അസിസ്റ്റന്റുമാരുമാണ് ഹയർ സെക്കൻഡറിയിലെ സ്റ്റാഫ് ഉള്ളത്. മികച്ച അക്കാഡമിക് റിസൾട്ടിനോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലെല്ലാം തന്നെ മികവ് പുലർത്തുന്ന കുട്ടികളുണ്ട്. ഈ വിജയം കൈവരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ തന്നെയാണ്. അതുകൂടാതെ തന്നെ PTA പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. നെടിയവിള അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. ഏകദേശം 8 പഞ്ചായത്തിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന സ്കൂള്. കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും ബെറ്റർ വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളാണ്. അധ്യാപകരുടെയും PTA മാനേജ്മെൻറ്റിൻ്റെയൊക്കെ സജീവമായ പ്രവർത്തനമുണ്ട്. രക്ഷാകർതൃ സമിതിയെ സംബന്ധിച്ചോളം സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും മുന്നിൽ നിന്ന് നയിക്കുന്നു. അധ്യാപകരുടെയും PTA എല്ലാ മേഖലകളിലും, കായികപരമായിട്ടായാലും കലാപരമായിട്ടായാലും വിദ്യാഭ്യാസപരമായിട്ടായാലും കുട്ടികളെ മെച്ചപ്പെടുത്തുന്നതിൽ PTA അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ പരിപൂർണമായ പിന്തുണ എപ്പോഴും സ്കൂളിനുണ്ട്. നെടിയവിള അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ 45 അധ്യാപകരും 5 അനധ്യാപകരും ഉണ്ട്. 1100 പരം കുട്ടികൾ ഹൈസ്കൂൾ സെക്ഷനിൽ UPയിലുമായി കുട്ടികൾ ഉണ്ട്. വളരെ അധികം മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്ന ഈ ശാസ്താംകോട്ട സബ് ജില്ലയിലെ ഒരു സ്കൂളാണിത്. ഈ സബ് ജില്ലയിലെ ഏറ്റവും അധികം A+, ശതമാന കണക്കിൽ ഏറ്റവും അധികം A+ കരസ്ഥമാക്കിയ സ്കൂൾ അംബികോദയമാണ്. അതുപോലെ തന്നെ USSൽ വളരെ മികച്ച ഒരു വിജയമാണ് ഈ വർഷം നമുക്ക് കിട്ടിയത്. 38 കുട്ടികൾ USS അർഹരായി. അതിൽ 4 കുട്ടികൾ ഗിഫ്റ്റഡാണ്. അതുപോലെ തന്നെ ശാസ്ത്രമേളയിലും സാമൂഹ്യശാസ്ത്രമേളയിലും ഒക്കെ നമ്മുടെ കുട്ടികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിയിരുന്നു. സംസ്ഥാന കലോത്സവത്തിൽ അഷ്ടപതിയിലും സംസ്കൃതം സംഘഗാനത്തിലും നമ്മുടെ സ്കൂള് A ഗ്രേഡ് നേടി. അക്കാദമി അല്ലാത്ത മേഖലകളിൽ നമുക്കിവിടെ NCC ഉണ്ട്, SPC ഉണ്ട്, JRC ഉണ്ട്, ലിറ്റിൽ കൈറ്റ് ഉണ്ട്. എല്ലാ മേഖലകളിലും നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ട്. NCCയിൽ 4 കുട്ടികൾ ദേശീയ തലത്തിൽ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മുടെ ഒരു കുട്ടി കമാൻഡറായി പങ്കെടുത്തിരുന്നു. 4 കുട്ടികൾ പല ദേശീയ പരിപാടികളിലും NCCയുമായി ബന്ധപ്പെട്ട ദേശീയ പരിപാടികൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്തു. SPCയിൽ നിന്നും ഒരു കേഡറ്റിന് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി. സംസ്കൃത പഠനത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളാണിത്. ഈ വർഷം ഉപജില്ലാ സംസ്കൃതോത്സവത്തിൽ നമുക്ക് 2ാം സ്ഥാനം നേടാനായി. അതുപോലെ തന്നെ ജില്ലാ സംസ്കൃതോത്സവത്തിൽ നമുക്ക് 3ാം സ്ഥാനവും നേടാനായി. വളരെയധികം കുട്ടികൾ സംസ്കൃതോത്സവങ്ങളിൽ നമ്മുടെ സ്കൂളിലേത് പങ്കെടുക്കുന്നുണ്ട്. സംസ്കൃതത്തിന് വളരെ മികച്ച ഒരു പ്രാധാന്യമാണ് നമ്മുടെ സ്കൂള് നൽകുന്നത്. ഇവിടെ അത്ലറ്റിക്സ്, വോളിബോള്, ഫുട്ബോള്, ബാഡ്മിൻ്റൺ, കാരാട്ടെ, ബോക്സിംഗ് എന്നീ ഇനങ്ങളിൽ നമ്മൾ സബ് ജില്ലാ തലങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ജില്ലാ തലങ്ങളിലും നല്ല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ത്രോബോളിന് ജില്ലാ തലങ്ങളിൽ 3ാം സ്ഥാനവും കാരാട്ടെ, ത്രോബോൾ എന്നീ ഈവൻറ്റുകളിൽ നമുക്ക് 2ാം സ്ഥാനവും ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടാൻ സാധിച്ചു. അതേപോലെ തന്നെ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിൽ നമുക്ക് നിരവധി കുട്ടികളെ സംസ്ഥാന തലങ്ങളിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏപ്രിൽ 7-ാം തീയതി മുതൽ ഈ വർഷം വെക്കേഷൻ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 150-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. സമ്മർ കോച്ചിങ് ക്യാമ്പ് വോളിബോള്, ഫുട്ബോള്, ബാഡ്മിൻ്റൺ, ത്രോബോൾ എന്നീ ഈവൻറ്റുകളിലായിരുന്നു നമ്മൾ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചത്.
നെടിയവിള ഗ്രാമവും അതിൻ്റെ വിളക്കായി ഒരു സ്കൂളും, ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ അതേ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായി തന്നെ പ്രയത്നിക്കുന്ന ഈ ഒരു പഞ്ചായത്തിലും അടുത്തുള്ള താലൂക്കുകളിൽ നിന്നുള്ള നിരവധി കുട്ടികൾക്ക് തുടർ പഠനം +2 വരെയുള്ള പഠന സൗകര്യം ഉറപ്പുവരുത്തുന്ന അംബികോദയം സ്കൂളിനെ പറ്റിയാണ് ഈ ഒരു സെഗ്മെന്റിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. ഇവല്യൂഷൻ സീരീസിൽ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇനിയുള്ള സെഗ്മെന്റിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടായിരിക്കും. ഈ ഒരു സെഗ്മെന്റിൽ ഫീച്ചർ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ സ്കൂളിൻ്റെ മറ്റ് മാനേജ്മെൻറ്റിലെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്.